നമസ്കാരം, ഞാൻ ഡോക്ടർ മീന കൃഷ്ണൻ, SK ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. എല്ലാ വർഷവും നവംബറിലെ 3-ാമത്തെ ആഴ്ച ന്യൂ ബോൺ വീക്ക് ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ന്യൂ ബോൺ വീക്ക് ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നവജാത ശിശുക്കളുടെ നോർമലായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഉള്ള ബോധവൽക്കരണം കൂട്ടുന്നതാണ് ഈ ന്യൂ ബോൺ വീക്ക് ആചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ബഹുഭൂരിഭാഗം പ്രഗ്നൻസീസും നോർമൽ ഡെലിവറി, നോർമൽ ബേബീസാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ നോർമൽ നവജാത ശിശുക്കൾക്കും പെട്ടെന്ന് രോഗം വരാനും ഒരു രോഗാവസ്ഥ ചികിത്സ വേണ്ടുന്ന ഘട്ടത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അപ്പം അതിന് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട്, അവർ ആരോഗ്യവാന്മാരായി തന്നെ തുടരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധവൽക്കരണമാണ് ഈ ന്യൂ ബോൺ വീക്ക് കൊണ്ടാടുന്നതിൻ്റെ ഉദ്ദേശം. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ശുചിത്വം, ഹൈജീനിക് പ്രാക്ടീസസ്. വൃത്തിയായിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ, നവജാത ശിശുക്കളെ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വൃത്തിയാണ്. ഇപ്പം നമ്മൾ കൈ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിനെ പരിചരിക്കുന്ന മറ്റ് അമ്മുമ്മ കൂടെയുള്ളവരാണെങ്കിലും പുറത്തു പോയിട്ട് വന്നാലും വാഷ്റൂം ഉപയോഗിച്ചാലും വേറെ സ്ഥലങ്ങളിൽ തൊട്ടതിന് ശേഷം ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ട് എങ്കിൽ കൈകൾ ശുചിയാക്കണം. സോപ്പും വെള്ളവും വെച്ച് കഴുകാം, അല്ലെങ്കിൽ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് നമുക്ക് കൈകൾ ശുചിയായി വയ്ക്കാം. മറ്റൊരു കാര്യം, കൊച്ചു കുഞ്ഞുങ്ങളെ ഈ ആദ്യത്തെ 4 ആഴ്ച 28 ദിവസങ്ങളിൽ നമ്മൾ ആള് കൂടുന്നിടത്ത് കൊണ്ടുപോകാതിരിക്കാം. കല്യാണവും റിസപ്ഷനും സ്വർണം വാങ്ങിക്കാനും 28-നുള്ള പ്രിപ്പറേഷനും ഒക്കെ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകാതിരിക്കാം. മറ്റ് രോഗങ്ങൾ പിടിപെടാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. 2-ാമത്തെ കാര്യം, അവർ പെട്ടെന്ന് തണുത്തു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫാന്, AC അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കുഞ്ഞ് തണുത്തു പോകാതിരിക്കാനായിട്ടുള്ള സംരക്ഷണം നമ്മൾ കൊടുക്കേണ്ടതാണ്. 3-ാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞിനെ അമ്മയോട് കൂടി തന്നെ കിടത്തണം. ലവിങ് നർച്ചറിങ് എന്നുള്ളതാണ് അതിൻ്റെ 3-ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കുഞ്ഞിനെ പാലൂട്ടാനായിട്ടാണെങ്കിലും അല്ലാതെ കിടത്തുമ്പോഴും അമ്മയോട് ചേർത്ത് കിടത്താനും, അല്ലെങ്കിൽ അമ്മയല്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മൂമ്മയ്ക്കും ബാക്കി വീട്ടിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്നവർക്കും എല്ലാം ശരീരത്തോട് ചേർത്ത് പിടിക്കാം. നമ്മളുടെ ചൂട് കിട്ടുന്നതിനും നമ്മളുടെ ആ ഒരു സ്നേഹം കൊടുക്കുന്നതും കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി വളരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഇനി ചില അവസരങ്ങളിൽ നവജാത ശിശുക്കൾ ചില ആരോഗ്യ പ്രശ്നങ്ങളായി ജനിക്കാറുണ്ട്. ഉദാഹരണത്തിന് മാസം തികയാതെ പ്രസവിക്കുന്ന, അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഭാരം കുറവാണ്, അല്ലെങ്കിൽ മഞ്ഞ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം കുഞ്ഞിന് മഞ്ഞ കൂടുന്നുണ്ട്, പാല് നേരെ കുടിക്കുന്നില്ല, ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്, നേരെ കരച്ചിൽ കൂടുതലാണ്, മലമൂത്രം പോകുന്നില്ല, വയറ് പെരുകുന്നുണ്ട്, ഛർദിൽ കൂടുതലാണ്. ഇങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം നോർമലായിട്ടുള്ള ബാബ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നമ്മളിവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് പാല് കുടിക്കുന്നത് എങ്ങനെയാണ് ശരിയായിട്ട് പാല് കൊടുക്കേണ്ടത്, ബേർപ്പിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ലാക്ടേഷൻ കൗൺസിലേഴ്സ് ഉണ്ട്. ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഡെയിലി റുട്ടീൻ പ്രാക്ടീസസിന് വേണ്ടിയിട്ടും നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. SK ഹോസ്പിറ്റലിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നിയോനേറ്റോളജി വിഭാഗവും പീഡിയാട്രിക്സ് വിഭാഗവും ചേർന്ന് എല്ലാ സേവനങ്ങളും നൽകുന്നുണ്ട്. അങ്ങനെ ന്യൂ ബോൺ വീക്ക് ഈ ആഴ്ച കൊണ്ട് നമ്മൾ കഴിയുന്നതും കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഈ ബോധവൽക്കരണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു.